Hi friends, welcome to our channel Aswathy Ganga. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ഹെയർ പാക്ക് ആണ്. അത് താരനുള്ളവർക്ക് നല്ലോണം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് ട്ടോ. അതുപോലെ തന്നെ നല്ലോണം മുടി നല്ലോണം ഗ്രോത്ത് ഉണ്ടാവാനും സഹായിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ അതിൻ്റെ അടുത്ത് ചെറിയ ബെൽ ബട്ടൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് ഉലുവയാണ്. അപ്പോൾ ഞാനിവിടെ ഉലുവ എടുക്കുന്നത് 2 വലിയ ടേബിൾ സ്പൂൺ ഉലുവ എടുക്കുക. ഇത് തലേദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കുതിർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഉലുവയ്ക്ക് വളരെയധികം യൂസസ് ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്താണ് വയ്ക്കുന്നത്. ഒരു കുഞ്ഞു കപ്പിൽ ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഒരു ഫുൾ നൈറ്റ് ഇരിക്കട്ടെ. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വലുതായിട്ട് വരും. എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് അരച്ചെടുക്കുക. വേറെ വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട, ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മളിത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഉലുവ ഇങ്ങനെ വലുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇത്ര ഉലുവ മതി ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക. കണ്ടോ, ഈ ഒരു വെള്ളം നമ്മൾ ആ തലേദിവസം ഇട്ട് വെച്ചായിരുന്നു അത്രയും വെള്ളം തന്നെ മതി കേട്ടോ. ഇനി എക്സ്ട്രാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ താരന് നാരങ്ങ നീര് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അരയ്ക്കാൻ നിങ്ങൾക്ക് വെള്ളം ഇനി എക്സ്ട്രാ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം, തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് എടുത്ത് വച്ചിട്ട് അത് ഈ അരയ്ക്കാനായിട്ട് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടി അരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു ഹെയർ പാക്ക് ഒരു കുഴമ്പ് പരുവത്തിലാണ് അരച്ചെടുക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് റെഡിയാണ്. നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ്, ഇത്രയും ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് എണ്ണ മുടിയിൽ വച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ എൻ്റെ മുടിയിൽ ആ ഹെയർ പാക്ക് ഇരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എണ്ണ ആദ്യമേ വച്ചത്. എന്നിട്ട് എല്ലാ ഹെയർ പാക്കും ഇടുന്ന പോലെ തന്നെ ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഈസി. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പം ഉലുവയ്ക്ക് തണുപ്പാണ്, അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പം അതുകൊണ്ട് കോൾഡൊക്കെ പെട്ടെന്ന് ഉള്ളവർ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് അരമണിക്കൂറുകൾ ഒട്ടും വയ്ക്കുന്നില്ല. അരമണിക്കൂറുകൾ വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു മാക്സിമം പോയാൽ 25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്കത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ ഹെന്നയൊക്കെ ചെയ്യുമ്പോൾ മുടി ഇങ്ങനെ വയ്ക്കുന്നത് പോലെ തന്നെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ ഒരു റൗണ്ടിൽ തന്നെ കെട്ടിവെക്കുക ചെയ്യുന്നത്. നമ്മൾ മുടിയുടെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. തലയോട്ടി മുതൽ നമ്മുടെ മുടിയിലേക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിത് നമ്മൾ ഇവിടെ ചെയ്യുന്ന സ്ഥലം നല്ലതായിട്ട് വൃത്തികേടാവും. അതുകൊണ്ട് താഴെയൊക്കെ വീഴുമ്പോഴത്തേക്കും, അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ബാത്റൂമിൽ നിന്നുകൊണ്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് വീടിൻ്റെ പുറത്ത് നിന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്, ഉലുവ കൊണ്ടുള്ള ഹെയർ പാക്ക്. താരൻ പോകാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. താരനുള്ളവർക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. ആഴ്ചയിൽ 2 ദിവസം ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക. അതുപോലെ നല്ല ഒരു ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ് ഉലുവ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടുള്ളൂ, തണുപ്പ് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ തണുപ്പ് പ്രശ്നമുള്ളവർ മാത്രം അങ്ങനെ ഹെയർ പാക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത ഹെയർ പാക്ക് ഫുൾ ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 25 മിനിറ്റ്, ഒരു 10-25 മിനിറ്റിന് ശേഷം ഞാനിത് വാഷ് ചെയ്ത് കളയുക ചെയ്യുന്നത്. വാഷ് ചെയ്യുമ്പോഴും ഈ ഉലുവ പോകാൻ നമുക്ക് ഹെന്നയൊക്കെ ചെയ്യുമ്പം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയും ബുദ്ധിമുട്ടില്ല, എന്നാലും കുറച്ചൊരു പാടാണ്. അപ്പോൾ ഞാനൊരു നല്ലോണം കഴുകി കളഞ്ഞതിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പൂ കൊണ്ട് കൂടി വാഷ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ.
മുടി ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളഞ്ഞു. ബേബി ഷാമ്പൂ ആണ് യൂസ് ചെയ്തത്. വലിയ എന്താ പറയുക കെമിക്കൽസ് ഉള്ള അങ്ങനത്തെ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്തില്ല. പിന്നെ ഈ ഉലുവ കഴുകിക്കളയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ ഹെന്നയൊക്കെ ചെയ്യുമ്പം കഴുകിക്കളയില്ല, അതുപോലെയൊക്കെ അത്രയൊന്നുമില്ല. എന്നാലും അതൊരു കുറച്ച് പാടായിരിക്കും കഴുകിക്കളയാനായിട്ട്. അപ്പം ഇത്തിരി ഒരു സമയമെടുക്കും കഴുകാനായിട്ട്. അപ്പോൾ അതിനുശേഷം ഞാനൊരു മൈൽഡ് ഷാമ്പൂ കൂടി യൂസ് ചെയ്യും. ചിലപ്പം ഉലുവയുടെ ഒരു സ്മെല്ല് ചിലർക്കെങ്കിലും ഒരു ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മൈൽഡ് ഷാമ്പൂ യൂസ് ചെയ്തിട്ടുണ്ട് കഴുകിക്കളയാനായിട്ട്. അപ്പോൾ എന്തേ ഇപ്പം ഞാൻ ഇന്നാ തേച്ചത് ഇന്ന് തന്നെ കഴുകിക്കളഞ്ഞതിന് ശേഷമുള്ള ഒരു 3 മണിക്കൂർ ഞാൻ മുടിയൊക്കെ ഉണക്കിയതിന് ശേഷമുള്ളൊരു മുടിയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പം ഇത് ഒരു ഡെയിലി ഒന്നും ചെയ്യണ്ട, ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ 2 തവണ ട്രൈ ചെയ്യാം. താരനുള്ളവർക്ക് അതുപോലെ ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് കേട്ടോ ഈ ഒരു ഉലുവ പാക്ക്. നല്ല എഫക്റ്റീവാണ്. പിന്നെ ഉലുവ കുറച്ച് തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തണുപ്പ് അധികം കോൾഡൊക്കെ പെട്ടെന്ന് വരുന്നുള്ളവർ അത് അനുസരിച്ച് സൂക്ഷിച്ച് ചെയ്യുക. ഒരു അരമണിക്കൂറിൽ കൂടുതൽ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം അരമണിക്കൂർ വച്ചാൽ മതി. അതിന് ശേഷം കഴുകിക്കളയും. പ്രത്യേകിച്ച് ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തണുപ്പൊക്കെ മീൻസ് കൂടുതൽ പനിയൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് കൂടുതൽ നേരമൊന്നും വയ്ക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അരമണിക്കൂർ വച്ചാൽ മതി, അതിൽ കൂടുതൽ ഒട്ടും വയ്ക്കേണ്ട. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.